ഏവർക്കും നമസ്കാരം. ശിവോത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയാണ്. 2025 2025 ഒരുപാട് പ്രതീക്ഷയോടുകൂടിയായിരിക്കും എല്ലാവരും സമീപിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് പേഴ്സണൽ ഗ്രോത്തിലേക്കായിരിക്കും എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് ഈ ഒരു ടാരോട്ട് റീഡിംഗ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് മെസ്സേജ് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ 3 ഫോട്ടോസ് വച്ചിട്ടുണ്ട്. ശിവഭഗവാന്റെ 3 ഫോട്ടോസാണുള്ളത്. 1, 2, 3 നമ്പറിൽ നിങ്ങൾക്ക് ഏത് നമ്പറോടാണോ അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത്, ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ഫോട്ടോ സെലക്ട് ചെയ്ത് ശേഷം റീഡിങ് കേൾക്കാവുന്നതാണ്. ഓക്കെ, കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ഒന്നോ അതിലധികമോ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതൊരു കളക്റ്റീവ് റീഡിങ്, കളക്റ്റീവ് മെസ്സേജ് മാത്രമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ റെസൊണേറ്റ് ആവുന്നോ, നിങ്ങളുടെ സാഹചര്യമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് വരുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു കളക്റ്റീവ് മെസ്സേജായിട്ട് മാത്രം എടുത്ത് അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഞാനും ഹാപ്പിയാണ്. ഓക്കെ, ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഫോട്ടോ, ഭഗവാന്റെ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിൽ കൂടി കടന്നുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തിലേക്കാണ്, ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ഷിഫ്റ്റാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വരുന്ന മാസങ്ങൾ, വരുന്ന ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പുതുമയേറിയത് അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ വെയിറ്റിങ്ങിൽ ആണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് മാറ്റങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കംഫർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ചില അവസരങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളായിരിക്കും. പക്ഷേ എന്നിട്ട് പോലും ആ ഒരു ഫിയർ കൊണ്ട് നിങ്ങൾ മാറി നിൽക്കാത്തൊരവസ്ഥയുണ്ടാവും. പക്ഷേ ഈ ഒരു മെസ്സേജ് കേട്ട് അതിനുശേഷം തന്നെ നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചത് എന്തൊക്കെയാണ്, പാസ്റ്റിലെ നിങ്ങളെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങൾ അതിൻ്റെ ഭാരം പൂർണ്ണമായിട്ടും ഇന്നത്തോടുകൂടി ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ലൈഫിലൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമേജ് നിങ്ങളെക്കുറിച്ചിട്ട് സങ്കല്പിച്ചെടുക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് സ്പിരിച്വൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളെയും ധൈര്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ ശീലിച്ചിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു. ചിലർക്കെങ്കിലും ഈ ഒരു സമയം ഒരു കൃത്യമായിട്ട് കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിരിക്കില്ല. ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്നുണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വളരെ തിരക്കിട്ടിട്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ പോകും പോലെ തന്നെ പോയാൽ മതി, കാര്യങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുപോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫിയർ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടുകൾ, നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയുള്ളൊരു ജഡ്ജിങ് മെൻറ്റാലിറ്റി, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുക. സോ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ മുമ്പിലേക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും ലഭ്യമാണ്. ഒരു ഗേറ്റ് വേ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു പുതിയൊരു തുടക്കമാണ്, മാറ്റമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സമയം നിങ്ങൾ പാസ്റ്റിലേക്കുള്ള ആ ഒരു ഗേറ്റ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാം. മനസ്സുകൊണ്ട് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച്, അപ്പം പഴയ അവസ്ഥകൾ ഇനി വീണ്ടും ലൈഫിലേക്ക് വരില്ല എന്നുള്ള ഒരു ഉറപ്പ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ശേഷം ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു ഡോർ നിങ്ങളുടെ പുറകിൽ നിങ്ങൾ അടയ്ക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഇനി. ഓക്കെ, പഴയ പാസ്റ്റിലെ ഒരുപാട് ഭാരം ഇനി നിങ്ങൾ താങ്ങിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ആൾക്കാരാണ്. കൃത്യമായിട്ടൊരു പേർപ്പസ്, ഡിറ്റർമിനേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ കാര്യങ്ങളെ ധൈര്യത്തോടു കൂടി നേരിടാൻ പഠിക്കുക. ചില സമയം നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങൾ ഇപ്പോൾ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു ഡോറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ആ ഒരു റോഡ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവാം. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ധൈര്യത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോവാം. ആ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും കൃത്യമായിട്ട് അത് നീങ്ങേണ്ട സമയത്ത് തന്നെ നീങ്ങും. ഓക്കെ, അപ്പോൾ വിഷമിക്കാതിരിക്കുക. ധൈര്യത്തോടു കൂടി ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. മുമ്പോട്ടുള്ള ആ ഒരു എല്ലാ മാസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക.
പലർക്കും ഒരു പേഴ്സണൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗ്രോത്താണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ചാപ്റ്ററാണ് വരാൻ പോകുന്നത്. സോ വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടു കൂടി ഈ ഒരു അവസരത്തെ വളരെ നന്ദിയോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ലഭിക്കുന്നൊരു സന്ദേശം കേട്ടോ. കാരണം എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു വലിയൊരു അവസരത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ പല കാര്യങ്ങളും പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല, വാക്കുകൾ കിട്ടാത്തൊരു സിറ്റുവേഷൻസ് ഫീൽ ചെയ്യുന്നു. കാരണം ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ശരിക്കും എനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഒരുപാട് ദുഃഖത്തിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടിയൊക്കെ കടന്നുപോയ നിങ്ങൾക്ക് പലരും ഒരു കാർമിക് ക്ലൻസിങ്, പല ടെൻഷനിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ശരിക്കും ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പലരുടെയും ഒരു പ്രാർത്ഥന ആയിരിക്കണം, അതായത് ഒരു പുതിയൊരു അവസരത്തിലേക്കുള്ള മാറ്റം, ദുഃഖത്തിൽ നിന്നുള്ള ഒരു മോചനം. ആ ഒരു പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ചില അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും ലൈഫിൽ. പക്ഷേ അതിനൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഭഗവാനായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ പലരും ഭഗവാന്റെ അത്രയും ഭക്തർ തന്നെയാണ്. നിങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ടുള്ള മനോഭാവത്തോടു കൂടി ഭഗവാനെ വിളിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നിനും വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങളുടെ മുജ്ജന്മ പാപത്തിൽ നിന്നുള്ളൊരു മോചനമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത്രയും പവർഫുള്ളായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന, സങ്കല്പം അത് നിറവേറാൻ പോവുകയാണ്. സോ പ്രതീക്ഷയോടു കൂടി ഇരിക്കുക. ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. സോ കാര്യങ്ങളെ ധൈര്യത്തോടു കൂടി നേരിടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വളരെ നല്ലൊരു മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാനും വിഷ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ ചിലർ വളരെ ഈ ഒരു സമയം കാര്യങ്ങൾ വളരെ തിരക്കിട്ട് നടക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്, കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടൊരു സമയമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊരു പൂർണ്ണത ഉണ്ടാവും എന്നാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിൽ പലരും വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഒരു അത്രയും പവറോടുകൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, സ്പിരിച്വൽ പവർ, ഒരു കോസ്മിക് എനർജി അലൈൻമെൻറ്റാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് അലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വൈബ്രേഷൻ, ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, യൂണിവേഴ്സിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, പലർക്കും ഒരു ഡിവൈൻ യൂണിയനിലേക്കുള്ള ഒരു മാറ്റം, ഇതൊക്കെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് വരുന്ന ഒരു പുതുവർഷത്തിൽ. അതായത് പലർക്കും ഒരു ഇന്നർ ഹാർമണി, ഇന്നർ യൂണിയൻ, ഒരു സമാധാനം, ശാന്തി, അബൻഡൻസ് ഒക്കെയാണ് ലൈഫിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സമയമുണ്ട്, അതിന് നിങ്ങൾ കാത്തിരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും വരുന്നൊരു സന്ദേശം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തോ അത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും നടക്കേണ്ട സമയത്ത് തന്നെ നടക്കുന്നതാണ്. ആ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിലേക്കുള്ള ഒരു യാത്രയിലാണ് നിങ്ങളിപ്പോൾ. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ 2025 എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ പേരും ഒരു സ്പിരിച്വൽ അലൈൻമെൻറ്റ്, അല്ലെങ്കിൽ ഒരു കോസ്മിക് എനർജിയുടെ ഒരു അലൈൻമെൻറ്റിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ സ്പിരിച്വലി, മെറ്റീരിയലിസ്റ്റിക്കലി ഒക്കെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. സോ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് പിറകോട്ട് മാറി നിൽക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില സമയങ്ങളിൽ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സംഘർഷം, മാനസിക സംഘർഷം ചിലർക്കെങ്കിലും നിലനിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു കാരണം ഉണ്ട്. നിങ്ങളതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു പ്യൂർ സോൾ ആ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പല കർമ്മയും ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. നിങ്ങൾ പൂർണ്ണമായിട്ടും മൈൻഡ്, ബോഡി, സോൾ ക്ലൻസിങ്ങിൽ കൂടി കടന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്. പലരും പൂർണ്ണ സമർപ്പണം, സറണ്ടർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും അധികം താമസിയാതെ വന്നു ചേരുന്നുണ്ട്. ചിലർക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു സമയത്ത് ഫൊർഗീവ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും വർഷങ്ങളേക്ക് നിങ്ങളൊന്ന് പുറകോട്ട് നോക്കാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആൾക്കാർ വഴി ചില ബുദ്ധിമുട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെ ചില സ്ഥലങ്ങളിലെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ചില പ്രൊജക്ഷൻസ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം ചിലർക്ക് കോഡിപ്പെൻഡൻസി, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ, കാര്യങ്ങൾ
നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഒരു കാർമിക് ആയിട്ടുള്ള ആൾക്കാർ ലൈഫിൽ വീണ്ടും വീണ്ടും അതേ പാറ്റേണിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ലെസൺസ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ലൈഫിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഇന്നർ ചൈൽഡ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ വന്ന വഴി കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക. എവിടെയൊക്കെ നിങ്ങൾ തിരുത്തണം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫൊർഗീവ് ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഫൊർഗീവ് ചെയ്യുക. അതിലുപരി നിങ്ങളുടെ മിസ്റ്റേക്കിന്, നിങ്ങൾക്ക് സംഭവിച്ചു പോയ പല മിസ്റ്റേക്കുകൾക്കും നിങ്ങൾ സ്വയം അവനവരോട് ഫൊർഗീവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പലർക്കും ഒരു ഡിവൈൻ ലവ് ആണ് മുമ്പിലേക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഓക്കെ, ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഒരു കാര്യത്തിൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ, അതായത് എടുത്തു ചാടി നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. ഒന്നുകൂടി ആലോചിച്ച് ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കുകളും കൃത്യമായിട്ട് ആലോചിച്ചിട്ട് മാത്രം പല കാര്യങ്ങളിലേക്കും തീരുമാനം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ റൂട്ടീൻ, അതായത് കൃത്യമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു കൃത്യത കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ കളർഫുള്ളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എവിടെയൊക്കെയോ ചിലർക്കെങ്കിലും ഒരു ഫിയർ, സോ ഈ ഫിയറിനെയാണ് നിങ്ങൾ ഇല്ലാതാക്കേണ്ടത്. നെഗറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി അത് പോസിറ്റീവ് തോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ ഒരു സമയത്തേക്ക് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെൽഫ് ഡിസ്കവറി അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷനാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും ഈ ഒരു സമയത്ത്. നിങ്ങളുടെ സോൾ നിങ്ങളടുത്ത് പറയുന്നൊരു കാര്യം, അത് നിങ്ങൾ ലിസൺ ചെയ്യുക, ഇൻറ്റ്യൂഷൻ ലിസൺ ചെയ്യുക. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക. ലൈഫിൽ ഒരേ പാറ്റേൺ അല്ലെങ്കിൽ ഒരേപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്ന് ചിന്തിക്കുക. എവിടെയാണ് നിങ്ങൾ തിരുത്തേണ്ടതെന്നുള്ളത്. അവിടെ മെസ്സേജ് നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളൊരു മുമ്പോട്ട് ഓരോ ദിവസവും ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു കൃത്യമായിട്ടൊരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ട്. പലരും ഒരു ഹെവി ബേർഡൻ അല്ലെങ്കിൽ ഒരു ഹെവി വെയിറ്റ് എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ചിലർക്കെങ്കിലും അത് ജോലി ഭാരമായിരിക്കാം, സ്ട്രെസ്സായിരിക്കാം, ടെൻഷനായിരിക്കാം, ഫിയർ ആയിരിക്കാം. സോ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനൊരു കൃത്യത കൊണ്ടുവരിക. ഓരോ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക, നന്ദി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്ലേസ് തന്നിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവാം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അവരുടെ സപ്പോർട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. വരും വർഷത്തിൽ അല്ലെങ്കിൽ 2025 എന്ന് പറയുന്നത് ഇത്തരം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങൾക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് പാരൻസിൻ്റെ അടുത്ത് പോലും ലഭിക്കാതെ പോയ ചില സപ്പോർട്ട് കാര്യങ്ങളൊക്കെ, സ്നേഹം പലരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. സോ അത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കണക്റ്റ് ആവുന്നതായിരിക്കാം. സോ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ സമയവും. ചിലരെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ലൊക്കേഷൻ, വീട് ഒക്കെ വിട്ട് മാറി പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറാനുള്ള ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങളതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്ത നല്ലത് തന്നെയാണ്. പുതിയൊരു അന്തരീക്ഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതരും. ഒരുപാട് ലൈഫിൽ പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. കൺട്രോളിൽ കിട്ടാത്ത ചില കാര്യങ്ങളുണ്ടാവും. പൂർണ്ണമായിട്ടും എല്ലാം എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണമെന്ന് ചിന്തിക്കാതിരിക്കുക. ചില കാര്യങ്ങളിൽ ഈഗോ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാറ്റത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ നല്ല രീതിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു അവസരം തരുന്നതാണ്. ചിലർക്ക് ജോലിയിൽ നിന്നൊരു മാറ്റമായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടും വരുന്ന വർഷം നിങ്ങളെ സംബന്ധിച്ചിട്ട് നല്ലൊരു വർഷം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു വർഷം തന്നെയാണ്. പലർക്കും ഒരു ടേണിംഗ് പോയിൻ്റാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്താൽ, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ പലർക്കും ഒരു 1-2 മാസത്തേക്ക് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ സഫർ ചെയ്യേണ്ടി വരുന്നതാണ്. പക്ഷേ അതിനുശേഷം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. സോ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഓക്കെ, ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.